ഞാനൊരു എ ആയി മാറിയോ എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഇതാണ് ഇൻസ്റ്റന്റ് ടീത്ത് വൈറ്റ്നർ. ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ടീത്തിലുള്ള സ്റ്റെയിൻസിനെല്ലാം റിമൂവ് ചെയ്തിട്ട് ഒരു ഗ്ലോ കൊണ്ടുവരാൻ പറ്റും. ഇതിന്റെ കൂടെ നമുക്ക് 14 കണ്ടില്ലേ, മഞ്ഞപ്പൊടി സോഡാപ്പൊടിയുടെ കാലമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇൻസ്റ്റന്റ് ടീത്ത് വൈറ്റ്നർ ആണ് അത്ര. എല്ലാ കേസസിലും ഈ ഇൻസ്റ്റന്റ് ടീത്ത് വൈറ്റ്നർ വർക്ക് ആവണമെന്നില്ല. നിങ്ങൾ ഓൾറെഡി ടീത്ത് വൈറ്റനിങ് ഡെന്റിസ്റ്റിലെ റെക്കമെൻഡേഷനിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമേ ഇത് യൂസ്ഫുൾ ആകുള്ളൂ. പിന്നെ നോർമൽ പേഷ്യൻസ് ഇത് യൂസ് ചെയ്യുന്ന എന്താ പ്രശ്നം ഉണ്ടാവുകയെന്ന് വെച്ചാൽ, പല്ലിൽ ഓൾറെഡി കറകൾ ഉണ്ടെങ്കിൽ, പല അഴുക്കളൊക്കെ പല്ലിന്റെ സർഫസിൽ ഉണ്ടെങ്കിൽ ഇതിന്റെ മേലെയാണ് ഈ ടീത്ത് വൈറ്റനിങ് മെറ്റീരിയൽസ് എല്ലാം അക്യുമുലേറ്റ് ആവുക. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങളുടെ പല്ല് ഫുള്ളായിട്ട് വൈറ്റ് ആവില്ല, കുറച്ച് വൈറ്റ് പാച്ചസ് പോലെ വരും. ഇതിൽ യൂസ് ചെയ്യുന്ന പെറോക്സൈഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഗംസിൽ എവിടെയെങ്കിലും തട്ടിയാൽ ഗം ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാം, ചെറുതായിട്ടൊരു റെഡ് സ്പോട്ട് ഒക്കെ വരാം. അപ്പോൾ നിങ്ങൾ ഡെന്റിസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗം പ്രൊട്ടക്ഷൻസ് എല്ലാം യൂസ് ചെയ്യും. കുറച്ചും കൂടെ ഹയർ കോൺസെൻട്രേഷൻ യൂസ് ചെയ്യണ കാരണം ഈ സ്ട്രിപ്സ് ഒക്കെ പലവട്ടം യൂസ് ചെയ്യണതിന് നമ്മൾ സിംഗിൾ വിസിറ്റിൽ തന്നെ 5-6 ഷെയ്ഡ്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതും ലേസർ അസിസ്റ്റഡ് ആയി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ചെറിയ സ്റ്റെയിൻസ് വരെ പോയി കിട്ടും. അപ്പോൾ നിങ്ങൾ ഇനി ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക.